അടുത്ത ലെയർ ക്രിയേറ്റ് ചെയ്യാണ്. അതിൽ ആ 64 എന്നുള്ളത് കുറച്ചുകൂടി കോംപ്ലക്സിറ്റി കൂടുന്നതുകൊണ്ട് 64 ന്യൂറോൺസ് ആയിട്ട് അപ്ഗ്രേഡ് ചെയ്യാണ്. പിന്നെ അവിടെയും മാക്സ് പൂളിംഗ് അപ്ലൈ ചെയ്യുന്നു. കൺവല്യൂഷൻ 128 എന്നുള്ളതിലേക്ക് പാസ് ചെയ്യുന്നു. ഇവിടെ ഓൾറെഡി ഡിഫൈൻ ചെയ്തിട്ടുണ്ട് ആ കേർണൽ യൂസ് ചെയ്യുന്ന ഏതാണ്, അതേ ഓർഡറിൽ ഇവിടെ കൊടുക്കുകയാണ്. ആക്ടിവേഷൻ റെലു, ദെൻ മോഡൽ ഡോട്ട് ആഡ്, മാക്സ് പൂളിംഗ് എഗെയിൻ അപ്ലൈ ഉണ്ട് 2x2 സൈസിൽ. ദെൻ എഗെയിൻ ഒരു ലെയറും കൂടി ക്രിയേറ്റ് ചെയ്യണം ഇതേപോലെ. അതിൽ 128 ആണ് സൈസ് അപ്ഗ്രേഡ് ചെയ്യുന്നത് കോംപ്ലക്സിറ്റി കൂടുമ്പോൾ. ദെൻ 3x3 കേർണൽ, ആക്ടിവേഷൻ റെലു, ദെൻ അവിടെയും മാക്സ് പൂളിംഗ് അപ്ലൈ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് മോഡൽ ഡോട്ട് ആഡ് ഫ്ലാറ്റ് എന്ന് പറഞ്ഞിട്ട്. സോ ഇവിടെ എന്താണോ ഓർഡർ വരുന്നത്, നമ്മൾ ഈ പ്ലാൻ ചെയ്ത് വെച്ചാൽ ഒരു ഓർഡർ തന്നെയാണ് ഇവിടെയും ഫോളോ ചെയ്യുന്നത്. മോഡൽ ഡോട്ട് ആഡ് ഫ്ലാറ്റ് എന്ന് പറഞ്ഞിട്ട്, ദെൻ മോഡൽ ഡോട്ട് ആഡ് ഇങ്ങനെ ഒരു 128ൻ്റെ ഇതിൽ ആക്ടിവേഷൻ റെലു എന്ന് പറഞ്ഞിട്ട് പാസ് ചെയ്യുന്നുണ്ട്. ആൻഡ് അതിലേക്ക് ഡ്രോപ്പ് ഔട്ട്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഒരു ഓവർ ഫിറ്റിംഗ് ഇതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, ഒരുപാട് കോംപ്ലക്സിറ്റി ഇൻക്രീസ് ആയി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഡ്രോപ്പ് ഔട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഒരു 0.5 എന്നാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 50% ഓഫ് ന്യൂറോൺസ് റാൻഡംലി അവിടെ ഓഫ് ചെയ്യുകയാണ്. ദെൻ മോഡൽ ഡോട്ട് ആഡ് ലാസ്റ്റ് ലെയർ ഡെൻസ്. സൂം ചെയ്യണം. ഓക്കെ, ലാസ്റ്റ് ലെയറിൽ 6 കാറ്റഗറീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു 6 കാറ്റഗറീസിന് ഇവിടെ ഡെൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ലാസ്റ്റത്തേന്. ഇവിടെ ആ ഒരു 128 എന്നാണ് ഡെൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഡെൻസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ പാസ് ചെയ്യുന്നത്. ദെൻ ഡെൻസിൽ ഇവിടെ പൂളിങ്ങോ കാര്യങ്ങളൊന്നും അപ്ലൈ ചെയ്യുന്നില്ല. ലാസ്റ്റ് ആ ഒരു ലെയറിന് ഫ്ലാറ്റിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് കണക്ട് ചെയ്യണമല്ലോ. കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡെൻസ് 128 എന്ന് പറഞ്ഞിട്ട് അവിടെ പാസ് ചെയ്യുന്നത്. അവിടെ സെപ്പറേറ്റ് ഒരു ലെയർ ഉണ്ടാക്കുന്നില്ല. എന്നിട്ട് അതിൻ്റെ ഇടയിൽ ഡ്രോപ്പ് ഔട്ടും അപ്ലൈ ചെയ്യുന്നുണ്ട്. അതിൻ്റെ അവിടെ നിന്ന് ഔട്ടിലെത്തി പിന്നെ ഇവിടെ നിന്ന് ഡ്രോപ്പ് ഔട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഔട്ട് കഴിഞ്ഞിട്ടുള്ളതാണല്ലോ. അപ്പോൾ അതിൻ്റെ മുന്നേ ഡ്രോപ്പ് ഔട്ട് അപ്ലൈ ചെയ്യണം. ഇനി ബാക്ക് പ്രൊപ്പഗേഷൻ ഏത് സൈസോ ഇതാണോ മാക്സ് പൂളിംഗ് 2D പൂൾ സൈസ് എന്ന് പറഞ്ഞിട്ടോ? ഞാൻ ഗ്രിഡ്സ് ആക്കിയിട്ട് ചേഞ്ച് ചെയ്യില്ലേ? അപ്പോൾ ഇതൊരു പിക്ചർ, ആ പിക്ചറിനെ ഗ്രിഡ്സ് ആക്കിയിട്ട് ചേഞ്ച് ചെയ്യുന്നുണ്ട് ഇവിടെ. ഈ പിക്ചറിനെ ഓവറോൾ അല്ല ഈ ഒരു സിസ്റ്റം പ്രോസസ്സ് ചെയ്യാൻ, ഒരു കേർണലായിട്ടാണ് പ്രോസസ്സ് ചെയ്യുക. ഈ കേർണൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3x3 ആണ് അവിടെ കേർണൽ പാസ് ചെയ്യുന്നത്. 9 പിക്സൽസ് അറ്റ് എ ടൈം. ഇവിടെ 9 പിക്സൽസ് വെച്ചിട്ട് അവിടെ ഒരു കംപ്ലീറ്റ് 1 2 3 4 5 6 7 9. ആ ഒരു 9 അവിടെ ചെക്ക് ചെയ്യുക. മേ ബി ഇതുവരെ. പിന്നെയാണ് സ്ട്രൈഡിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് അടുത്തേക്ക് പോകുന്നത്. എത്ര പിക്സൽസ് അറ്റ് എ ടൈം ചെക്ക് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എഗെയിൻ ആ ഒരു പൂൾ സൈസ് എന്ന് പറഞ്ഞിട്ട് ഓർമ്മയില്ല. പൂൾ സൈസ് ഈ 3x3 ഉള്ളിൽ എത്ര സൈസ് കൊടുക്കാൻ? 2x2. ഒന്നുകൂടി ആ ഏരിയ ഫോക്കസ് ചെയ്തിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പൂളിങ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ ഈ ഒരു ഏരിയയിൽ ഏതെങ്കിലും ഒരു പിക്സൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ചേഞ്ച് ചെയ്യണമെന്നൊക്കെ സ്റ്റിൽ അവിടെ മാക്സ് പൂളിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ വാല്യൂ വരികയാണ് 8 2
മാക്സ് കൂളിംഗ് എടുക്കുമ്പോൾ ഇതിൽ 8 ആണ് വരിക. ആ ഏരിയനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഈ 8 എന്നുള്ള വാല്യൂ. സോ ഇവിടെ ആ ഒരു ഏരിയ വാല്യൂവിൽ എന്തെങ്കിലും സ്ലൈറ്റ്ലി ചേഞ്ച് ചെയ്താലും ഇത് ഭയങ്കര ഹൈ ആയിട്ടല്ലേ നിൽക്കണം. അപ്പോൾ ഇതായിരിക്കും ആ ഒരു ഏരിയനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന പിക്സൽ. സോ ഒരുപാട് അങ്ങനെ ചേഞ്ച് വരുന്നില്ല, ജസ്റ്റ് ഒരു സ്ലൈറ്റ്ലി ചേഞ്ച് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിലും സ്റ്റിൽ ഈ വാല്യൂവിനെ റെപ്രസെൻറ്റ് ചെയ്ത് നിൽക്കാം. എങ്ങനെ അതിൽ സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ്. ഇപ്പോൾ മാക്സ് കൂളിംഗ് ഉണ്ട്, ആവറേജ് കൂളിംഗ് ഉണ്ട്, മിൻ കൂളിംഗും ഉണ്ട്. സോ ആവറേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ആവറേജ് വാല്യൂ എടുക്കും ആകത്തിന്. മിൻ കൂളിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലേത് വരിക 6 ആണോ? ഓക്കെ, 1 ആണ് വരിക. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എഡ്ജസ് ഒക്കെ ഡിറ്റക്ട് ചെയ്യില്ലേ. അപ്പോൾ ഇതിൻ്റെ എഡ്ജസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു വീടിൻ്റെ എഡ്ജസ് എന്ന് പറയുന്നത് ഈ ഒരു സ്ട്രക്ചർ ഇവിടെ ഇങ്ങനെയൊക്കെയല്ലേ വരിക. അപ്പോൾ ഈ ഒരു ഏരിയയിൽ ഷാർപ്പായിട്ടുള്ള ഫീച്ചേഴ്സ് ആയിട്ടും ഉണ്ടാകും. അപ്പോൾ മാക്സ് ആയിട്ടുള്ളത് റെപ്രസെൻറ്റ് ചെയ്യുകയെന്നുണ്ടെങ്കിൽ ആ ഷാർപ്പ് ഏരിയാസ് കുറച്ച് പീസസ് അങ്ങോട്ടോ ചേഞ്ച് ആയാലും വാല്യൂസ് റെഡ്യൂസ് ആയാലും സ്റ്റിൽ ഇത് ഡോമിനേറ്റ് ചെയ്ത് വെക്കും, കാണിക്കും അവിടെ. ഒരു ക്യാറ്റിനെ സെൻറ്ററിൽ വെച്ചാലും അത് ക്യാറ്റാണ്. ഇതിനിങ്ങോട്ട് ചേഞ്ച് ചെയ്തിട്ട് ഈ അറ്റത്ത് വെച്ചാലും ഇത് ക്യാറ്റാണ്. ക്യാറ്റല്ലാണ്ട് ആവുന്നില്ല. ഓക്കെ, അപ്പോൾ ആ പിക്സൽസ് ചേഞ്ച് ചെയ്താലും സ്റ്റിൽ അത് കാണിക്കണം. അതിനാണ് മാക്സ് യൂസ് ചെയ്യണം, മിന്നി യൂസ് ചെയ്യണം. ഇപ്പോൾ ബ്ലർഡ് ഏരിയാസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ മാക്സ് യൂസ് ചെയ്യണമെന്നില്ല, ചിലപ്പോൾ ആവറേജ് മിന്നൊക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അങ്ങനെ യൂസ് കേസിനനുസരിച്ചിട്ട് ചേഞ്ച് ആവുന്നത്. ടൂൾ സൈസ് എന്ന് പറയുന്നത് ഈ ഒരു 2x2 ആണ് അഗെയിൻ ഫോക്കസ് ചെയ്യുന്നത്. 3x3 അഗെയിൻ ഫോക്കസ് ചെയ്യുന്നത് അതിൻ്റെ ഉള്ളിലേക്കാണ്. അപ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് കിട്ടും, നമ്മൾ സൂം ചെയ്യുന്ന പോലെ. ഓക്കെ, അതാണ് പൂൾ സൈസ് എന്ന് പറഞ്ഞിട്ട് അവിടെ കൊടുത്തേക്കുന്നത്. ബാക്കിയൊക്കെ ആണോ? പിന്നെ ഇതിങ്ങനെയാണ് വരിക. ഇവിടെ നിന്ന് ഇൻപുട്സ് കൊടുക്കുന്നുണ്ട്. പിന്നെ അടുത്ത ലെയറിൽ എത്ര ക്രിയേറ്റ് ചെയ്യണേ? 32 ന്യൂറോൺസ്. ലെയർ 1 ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് 32 ന്യൂറോൺസ്. കേർണൽ സൈസ് 3. കേർണൽ 3 എടുക്കുന്നുണ്ട്. പിന്നെ എന്താ പറയുക, 2x2 കൂളിംഗ് കൊടുക്കുന്നുണ്ട്. 2x2 കൂളിംഗ്. അവിടെ നിന്ന് അടുത്ത ലെയറിലോട്ട് പോകുമ്പോൾ ഇവിടെ കണക്ഷൻ ഇല്ല, ഡെൻസ് ഇല്ല. അടുത്ത ലെയറിലോട്ട് പോകുമ്പോൾ ലെയർ 2 64 ആയിട്ട് അപ്ഗ്രേഡ് ചെയ്തിട്ട് ഇവിടെ കേർണൽ ഇതേ തന്നെയാണ് പാസ് ചെയ്യുന്നത്. കേർണൽ സൈസ് 3x3 കൂളിംഗ് 2x2. അഗെയിൻ ഇതിൻ്റെ ഉള്ളിൽ ഫോക്കസ് ചെയ്യുന്നതുകൊണ്ടാണ്. അടുത്ത ലെയർ എടുക്കുമ്പോൾ 128 ആയിട്ട് 128 128 പ്രോസസ് ചെയ്യുന്നത്. കുറച്ചുകൂടി ടൈപ്പായിട്ട് ഇങ്ങനെ വരും. യെസ്, ദെൻ ഇതിൻ്റെ ഇടയിൽ ഇൻ ബിറ്റ്വീൻ ലെയേഴ്സ് ഒന്നുമില്ല, പക്ഷേ ഫ്ലാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെത്തേഡ് നടക്കുന്നുണ്ട്. അതായത് ഇത് ഒരുപാട് വാല്യൂസ് ആയിട്ടുണ്ടാവില്ല ഇപ്പോൾ. അപ്പോൾ മെട്രിക്സ് ഒക്കെ ആണ് 3x3 ആണെന്നുണ്ടെങ്കിൽ അതിനെ ഫ്ലാറ്റൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കോളം മെട്രിക്സ് ആയിട്ടാണ് വരിക. ഇൻഡിവിജ്വലി ഇപ്പോൾ 3x3 എന്ന് പറഞ്ഞാൽ 1 2 3 4 5 6 7 8 9 അങ്ങനെ വരിക. അപ്പോൾ അതിങ്ങോട്ട് എടുക്കുമ്പോൾ ഫ്ലാറ്റൻ ചെയ്യുമ്പോൾ 1 2 3 4 5 6 താഴത്തോട്ട് ഇങ്ങനെ വരും. അപ്പോൾ ഓരോന്നിനും ഇൻഡിവിജ്വലി ഫോക്കസ് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതാണ് ഈ ഒരു ഇതിൽ വരിക. ദെൻ ഫ്ലാറ്റ് എന്നുള്ളതിൽ ഇവിടെ നിന്ന് ഒരു 6 ന്യൂറോൺസ് 6 ഇവിടെ അതിൻ്റെ ഇടയിൽ ഡ്രോപ്പ് ഔട്ടും കൂടി ആക്കുന്നുണ്ട്. ഇതിൽ കോംപ്ലക്സിറ്റി കൂടി വരുന്നില്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇമേജസ് പ്രോസസ്സ് ചെയ്യാൻ കുറച്ച്
ഓരോ ലെയറിലും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എക്സ്പാൻഡ് ചെയ്ത് കൊടുക്കുന്നു. മറ്റേലാണെന്നുണ്ടെങ്കിൽ ആ ഒരു 2-3 ലെയറിൽ സെറ്റ് ചെയ്യാൻ പറ്റും, ടെക്സ്റ്റ് ഡാറ്റ ഒക്കെ ഇല്ലേ. പക്ഷെ ഇതിൽ കോംപ്ലക്സിറ്റി ഓരോ ഇതിലും കൂടുതൽ പ്രോസസ്സിങ് വരുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ എഡ്ജസ് ആണെന്നുണ്ടെങ്കിൽ ഈ എഡ്ജസ് ഡിറ്റക്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ അതിൽ തന്നെ കുറേ വരുന്നുണ്ട്. വെർട്ടിക്കൽ എഡ്ജസ് ചെക്ക് ചെയ്യുന്നുണ്ട്, ഷാഡോസ് ചെക്ക് ചെയ്യുന്നുണ്ട്, ഹൊറിസോണ്ടൽ എഡ്ജസ് ചെക്ക് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് എഡ്ജസ് മാത്രമല്ല, കാരണം ഇതിൻ്റെ എല്ലാ ഫീച്ചേഴ്സിൻ്റെ ഈ പിക്സൽസിൻ്റെ അവിടെ ഇവിടെയൊക്കെ ചെക്ക് ചെയ്യണമല്ലോ. അപ്പോൾ അടുത്തത് ഷേപ്പ് ഡിറ്റക്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതാണ്. ഷേപ്പ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഡയറക്റ്റ് ലൈൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ഐൻ്റെ ഭാഗം അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു കോൺവെക്സ് ടൈപ്പ് അല്ലേ വരിക. ഈ ഇത് കണക്ട് ചെയ്ത് വേണം ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ചുകൂടി ന്യൂറോൺസ് കൊടുക്കുന്നത് ബെറ്ററാണ്. അതുകൊണ്ടാണ് അങ്ങനെ കൊടുക്കുന്നത്. ഫൈനലി ആ ഒരു 6 കാറ്റഗറീസിന് വേണ്ടിയിട്ട് ഡെൻസ് 6 എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഡ്രോപ്പ് ഔട്ട് 0.5. അതില് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്, ഇതില് കണക്ഷൻ ഉണ്ട്. ഇതില് ഡിപ്പെൻഡൻ്റ് ആണ്, ഇങ്ങനെ ഫുള്ളി കണക്റ്റഡ് ഉണ്ടാവില്ലേ, ആ ഒരു ലെയറിൽ മാത്രമാണ് ലെൻസ് കൊടുക്കുന്നത്, ബാക്കി ലെയറില്ല. കണക്ഷൻ ഉണ്ട്, 1 by 1 ഇങ്ങനെ ലേൺ ചെയ്ത് പോകുന്നത്. ആ ഒരു ലെയറിൽ മാത്രമാണ് അവിടെ ലെൻസ് കൊടുക്കുന്നത്. ലെൻസ് അതിൻ്റെ ഇടയിൽ ഡ്രോപ്പ് ഔട്ടും കൂടി അപ്ലൈ ചെയ്യുന്നു. ഇവിടെ മാത്രം ഈ ലെയറിൽ മുന്നിലെത്തും. ഔട്ടല്ലേ, ഇത് ഔട്ടാണ്. ഇതിൽ ഫുള്ളി കണക്റ്റഡ് വരുന്നില്ല. ഫുള്ളി കണക്റ്റഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ന്യൂറോണിന് എല്ലാത്തിലേക്കും കണക്ഷൻ കൊടുക്കുന്നുണ്ട്. അങ്ങനെ കൊടുക്കുന്നില്ല. അങ്ങനെ കൊടുക്കുമ്പോൾ എന്താ വരിക, ഇപ്പോൾ 150 എത്ര 25,000 സംതിങ് 3 കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ വരും. അപ്പോൾ 25,000 ആ ഒരു ഫീച്ചേഴ്സ് ഹാൻഡിൽ ചെയ്യാൻ എത്ര ന്യൂറോൺസ് വേണം? മിനിമം ഒരു അതിൻ്റെ റേഞ്ചിലുള്ള കൊടുക്കണ്ടേ. അപ്പോൾ കമ്പ്യൂട്ടേഷൻ ഒരുപാടാവും, പാരാമീറ്റേഴ്സ് ഒരുപാടാവും. പിന്നെ ഒരു വഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ന്യൂറോൺസിനെ ഈ ഫീച്ചേഴ്സിനെ ഇൻഡിവിജ്വലി ലേൺ ചെയ്യിപ്പിക്കണം. അങ്ങനെ കണക്ഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. ന്യൂറോൺ എയും ബിയും ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. ഇതിൽ ജസ്റ്റ് ഓരോ ഫീച്ചേഴ്സ് മാത്രം ലേൺ ചെയ്യും. ഒരു ഫീച്ചർ ഒരു ന്യൂറോൺ. ഓരോന്നും അങ്ങനെ കണക്ട് ചെയ്തിട്ട് ബാച്ച് സൈസിലല്ലേ കൊടുക്കണേ. ആദ്യത്തെ 32 എണ്ണം, പിന്നെ അത് കഴിഞ്ഞിട്ടാണ് അടുത്ത 32 എണ്ണം കയറുക. അപ്പോൾ കുഴപ്പമില്ലല്ലോ, മൊത്തം കൊടുക്കുന്നില്ല. അതാണ് ബാച്ച് സൈസ് ആയിട്ട് എടുക്കുന്നത്. സോ സോഫ്റ്റ് മാക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആക്ടിവേഷൻ ഫംഗ്ഷൻ ആണ് അവിടെ യൂസ് ചെയ്യുക. മൾട്ടി ക്ലാസ് ഇല്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് സോഫ്റ്റ് മാക്സ് യൂസ് ചെയ്യും. ദെൻ കൺവല്യൂഷൻ 2D എന്ന് പറയുന്നത് ലേൺസ് ഇമേജ് ഫീച്ചേഴ്സ്. അതിന് വേണ്ടിയിട്ടാണ് കൺവല്യൂഷൻ 2D എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡ് യൂസ് ചെയ്യുക. അത് വെച്ചിട്ടാണ് നമ്മൾ കൺവല്യൂഷൻ ക്രിയേറ്റ് ചെയ്യുക. ദെൻ മാക്സ് പോളിംഗ് റെഡ്യൂസസ് ഇമേജ് സൈസ്. ഫ്ലാറ്റൻ കൺവേർട്സ് ഫീച്ചേഴ്സ് മാപ്പ് ടു 1 dimension കാണിച്ചിരിക്കുന്നത്. ദെൻ ഡെൻസ് ഫൈനൽ ഡിസിഷൻ. സോഫ്റ്റ് മാക്സ് ഗിവ്സ് പ്രോബബിലിറ്റി ഫോർ ഈച്ച് ക്ലാസ്. പ്രോബബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നലെ പറഞ്ഞു തന്നില്ലേ. അപ്പോൾ ഇത് പ്രെഡിക്റ്റ് ചെയ്യുന്ന എന്താണോ അതിൻ്റെ ഒരു പ്രോബബിലിറ്റിയും കൂടി ഉണ്ടാവും. ഇപ്പോൾ കാറ്റ് ഡൗൺ 92%. എന്താണ് ഏത് input shape, input dimension, convolution sequence model, shape, first layer, model instead.
നമ്മൾ പാരാമീറ്റർ ഇതായിരുന്നില്ലേ, ഇപ്പം നണ്ണ് കൊടുക്കുന്നത് മുന്നത്തെ എന്നുള്ളത് ഇങ്ങോട്ട് എടുക്കുമ്പോൾ വരാമെന്നുള്ളത്, പിന്നെ 148x148 2 പിക്സൽസ് വെച്ചിട്ട്, അതായത് ഒരു 4 പിക്സൽസ് പൂളിങ്ങിന് എടുക്കണില്ലേ, അങ്ങനെ ചേഞ്ച് ആവണം. 148 എന്നുള്ള അങ്ങനെ കുറഞ്ഞു വരും. ടോട്ടൽ പാരാമീറ്റേഴ്സ് 896. പിന്നെ ഇവിടെ നിന്ന് ഇൻക്രീസ് ആയി പോകുന്നുണ്ട്. 32 എന്നുള്ളത് 64 ആയി. 64 ആകുമ്പോൾ അത്രയും പാരാമീറ്റേഴ്സ് ഇൻക്രീസ് ചെയ്ത് വരും. സോ 18496. മാക്സ് പൂളിങ്ങിന് 4 എടുക്കുന്നുണ്ട്. പൂളിങ് നമ്മൾ സെപ്പറേറ്റ് എടുക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ അതിൻ്റെ സെപ്പറേറ്റ് അങ്ങനെ അതിൻ്റെ പാരാമീറ്റേഴ്സും കൂടി എടുക്കും. ഇപ്പോൾ 2x2 രീതിയിലായിരിക്കും എടുക്കുന്നത്. അതിൻ്റെ കൂടെ ഇതിൻ്റെ ഔട്ടിൽ ചെയ്യണമല്ലോ, ഇവിടെ നിന്ന് വരുന്ന കേണൽസിൻ്റെ ആ ഒരു ഔട്ടിലാണ് മാക്സ് പൂളിംഗ് ഒക്കെ ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ പാരാമീറ്റേഴ്സും കൂടി ആഡ് ചെയ്യും. പിന്നെ അടുത്തതിൽ 128 ആണ് അപ്ലൈ ചെയ്യുന്നത്. പിന്നെ 128 വരുമ്പോൾ ടോട്ടലി എത്ര ഔട്ട് വരുന്നത് പാരാമീറ്റേഴ്സ്. ഡ്രോപ്പ് ഔട്ടിൽ രണ്ടും 128, ആ 128ലാണ് അപ്ലൈ ചെയ്യേണ്ടത് ആ ലെയർ എന്നുള്ളതിൽ. ലാസ്റ്റത്തേൽ 6 പാരാമീറ്റേഴ്സ് വരുമ്പോൾ 6 കാറ്റഗറീസാണ് വരുന്നത്. സോ ടോട്ടലി 774. ടോട്ടൽ പാരാമീറ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ANN ചെയ്തപ്പോൾ ഒരു ചെറിയ സൈസായിരുന്നു. ഇവിടെ ടോട്ടൽ പാരാമീറ്റേഴ്സ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് 18.42 MB ചിലപ്പോൾ ചേഞ്ച് ആയിരിക്കും. ഈ 150 നമ്മുടെ ന്യൂറോൺസ് ഇൻറ്റു ഫീച്ചേഴ്സ് ഇൻറ്റു ആ ഡെപ്തൊക്കെ ചെയ്യില്ലേ, അതാണ്. 32x150x150x3. പക്ഷെ ഇതിൽ നമ്മളെങ്ങനെ 150x150 ടോട്ടലി എടുക്കുന്നില്ല, കേർണൽസ് ആയിട്ടല്ലേ എടുക്കണേ. അപ്പോൾ നമുക്ക് ആ കേർണലിൻ്റെ സൈസ് കൊടുക്കണ്ടല്ലോ. അപ്പോൾ 1/1 ചെയ്യുമ്പോൾ ടോട്ടലി എത്ര എണ്ണം വരുന്നു? 864 എന്തായിരുന്നു. മറ്റത് 8.64 മില്യൺ എന്തായിരുന്നു ടോട്ടൽ ഇത് വരുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു കേർണലിൻ്റെ ഇതിൽ ടോട്ടൽ എത്ര വരുന്നുണ്ടോ അത് മാത്രമേ ഇവിടെ പാരാമീറ്റേഴ്സ് എടുക്കുള്ളൂ. സോ 148x148x32 എന്നുള്ളത്. സോ ട്രെയിനബിൾ പാരാമീറ്റേഴ്സ് ഇത്രയും തന്നെ വരും. ദെൻ നോൺ ട്രെയിനബിൾ 0 വരും. ഇനി നമ്മൾ ആ സമ്മറി കഴിഞ്ഞിട്ട് ഇതിനെ ബാക്ക് പ്രൊപ്പഗേഷനൊക്കെ ചെയ്യില്ലേ, ANN ചെയ്ത മെത്തേഡ് തന്നെയാണ്. മോഡൽ ഡോട്ട് കമ്പൈൽ എന്ന് പറഞ്ഞിട്ട് ഒപ്റ്റിമൈസർ ആദ്യം സെറ്റ് ചെയ്തു. ലോസ് ഇതിൽ 6 കാറ്റഗറിയാണുള്ളത്. അപ്പോൾ കാറ്റഗറിക്കൽ ക്രോസ് എൻട്രോപ്പി, മെട്രിക്സ് അക്യുറസി അതിൽ പറഞ്ഞു തന്നെയാണ്. സോ ഈ മോഡൽ ക്രിയേറ്റ് ചെയ്യണതിൽ മാത്രമാണ് കുറച്ച് ചേഞ്ച് വരുന്നത്, ബാക്കിയൊക്കെ ഒരേപോലെ തന്നെയാണ്. പിന്നെ ഗ്രാഫ്സ് ഉണ്ടെന്നുള്ളൂ. ആഡം ഇത് റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ. ആഡം കാറ്റഗറിക്കൽ ക്രോസ് എൻട്രോപ്പി അത് ചേഞ്ച് വരുന്നത് ബൈനറി വരികയാണെന്നുണ്ടെങ്കിൽ ബൈനറി ക്രോസ് എൻട്രോപ്പി, കാറ്റഗറിക്കൽ വരികയാണെന്നുണ്ടെങ്കിൽ കാറ്റഗറിക്കൽ ക്രോസ് എൻട്രോപ്പി. പിന്നെ വരുന്നത് സ്പാർസ് കാറ്റഗറിക്കലാണ്. ഒരുപാട് അങ്ങനെ മൾട്ടി ലേബൽസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ. പിന്നെ മോഡൽ ട്രെയിൻ ചെയ്യിപ്പിക്കണം. എന്താ ചെയ്യണം, മോഡൽ ഡോട്ട് ഫിറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എക്സ്ട്രസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രെഡിക്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കില്ല. അതേപോലെ മോഡൽ ഡോട്ട് ഫിറ്റ് എവിടെ കൊടുക്കണം, ട്രെയിൻ ജനറേറ്റർ ട്രെയിനിങ് ഡാറ്റയാണ് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ ട്രെയിൻ ജനറേറ്റർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്തല്ലോ, ആ ഒരു ഡാറ്റയിലാണ് ഈ ഇത് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നത്. സോ ട്രെയിൻ ജനറേറ്റർ എന്ന് പറഞ്ഞിട്ട് അതിൽ ഫിറ്റ് ചെയ്ത് കൊടുത്തു. വാലിഡേഷൻ ഡാറ്റ ഇപ്പെട്ടു, വാലിഡേഷൻ ജനറേറ്റർ അതും സ്പെസിഫൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് എഫേർട്സ് കൊടുക്കുന്നില്ല, എഫേർട്സ് 10 നമുക്ക് റൺ ചെയ്ത് കഴിഞ്ഞത്. റൺ ചെയ്ത് കഴിഞ്ഞോ? എത്ര ടൈം? ഇത് ഇത് റൺ ചെയ്യിക്കുമ്പോൾ ലാബിനനുസരിച്ചിട്ട് വ്യത്യാസം വരും. ലാബിനനുസരിച്ചിട്ട് വ്യത്യാസം വരും ആ ടൈം. കമ്പൈൽ ചെയ്യണം. മോഡൽ ഡോട്ട് കമ്പൈൽ ആദ്യം ഒപ്റ്റിമൈസർ കൊടുക്കണം. ഒപ്റ്റിമൈസർ ഈക്വൽ ടു ആഡം, പിന്നെ ലോസ് ഈക്വൽ ടു കാറ്റഗറി ക്രോസ് എൻട്രോപ്പി, അതിൻ്റെ കൂടെ അക്യുറസി കൊടുക്കണം. മെട്രിക്സ് കൊടുക്കുക, മെട്രിക്സ് ഈക്വൽ ടു അക്യുറസി.
history equal to model dot fit train generator. ടൈമർക്ക് എത്ര ഇത് വരുന്നു നോക്കാം. ഓരോ കോഴ്സ് 266 കൂടുതലാണ്. സെക്കൻഡ് ഇയർ നോക്കിയാണ് ഓരോന്ന്. ടോട്ടല് ഓരോന്ന് 63 സെക്കൻഡ് വരില്ലേ? 10 കോഴ്സ് 18. അത് ഓൾറെഡി ബേസ് കണക്ട് ചെയ്തിട്ടുള്ള മൾട്ടി പ്രോസസ്സിംഗ് സിസ്റ്റം ടെൻസർഫ്ലോ അതിന് വേണ്ടിയിട്ട് ഒപ്റ്റിമൈസ് ചെയ്തിട്ടാണ്. അപ്പോൾ കുറച്ചുകൂടി സ്പീഡായിരിക്കും. ചിലപ്പോൾ ഒരു രീതിയിലായിരിക്കുന്നത് GPM കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഏകദേശം അത്ര തന്നെ വരും. 10 മിനിറ്റ് അത് വന്നിട്ട് കഴിച്ചിട്ടുള്ളൂ. നല്ല ടൈമാണ്. സിസ്റ്റത്തിനനുസരിച്ച് അതിൽ 63 അപ്പോൾ 100 സെക്കൻഡ് പറയുമ്പോൾ 10 സെക്കൻഡ്. അത് ഡിഫറൻസ് വരും. GP കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്പീഡിലാവും. അത് ഉച്ചയ്ക്ക് വന്നിരുന്നിട്ട് അത് കണക്ട് ചെയ്യണമെന്ന് നോക്കാം, അല്ലെങ്കിൽ നല്ല ടൈം ആവും. അത് കുഴപ്പമില്ല, റൺ ചെയ്യണോണ്ട് കുഴപ്പമൊന്നുമില്ല. ടൈം ഇത്തിരി കൂടുതലാവുന്നു. അല്ല, അത് വെച്ചിട്ട് പോയിക്കോ. ഇനി മറ്റേ ഇതൊക്കെ ഉള്ളൂ, വിഷ്വലൈസേഷനും ഇതൊക്കെ ഉള്ളൂ. ഇതിൻ്റെ കുറച്ച് ബാക്കിയുണ്ട്, ഇതവിടെ ഉണ്ട്. ഈ വിഷ്വലൈസ് ആക്യുറസി ഇതൊക്കെ അല്ലേ, ഇതിൽ കുറച്ച് ഡൗൺ ആയിരിക്കും. പിന്നെ ആ റിപ്പോർട്ട് ഇതൊക്കെ പ്രിൻ്റ് ചെയ്യിക്കാനുള്ളൂ, ക്ലാസിഫിക്കേഷൻ റിപ്പോർട്ട്, സേവ്, ഇത്ര ഉള്ളൂ. ഞാൻ വന്നിട്ട് ചിലപ്പോൾ RNN LSTM കൂടി തിയറി ഒരുമിച്ചെടുക്കും, പിന്നെ കോഡ് കുറച്ചുള്ളൂ. NLP പോലത്തെ ആ ഡീറ്റെയിൽ ആയിട്ടല്ല, നോക്കട്ടെ. ചിലപ്പോൾ തിയറി മാത്രമായിരിക്കും. ഇത് കഴിഞ്ഞു. ഇതാ ഒരു 2-3 ഗ്രാഫും കാര്യവും RNN LSTM കൊടുക്കും. അത് ഇതേപോലത്തെ 2 അത്ര ഇതില്ല. അത് നമ്മുടെ NLP വരുന്ന NLP എടുത്തപ്പോൾ ഞാൻ കുറച്ച് RNN LSTM പറഞ്ഞത്. അതായത് ഈ വേർഡ്സിൻ്റെ ആ മെമ്മറി ഫോർഗറ്റ് ചെയ്യുന്ന അതൊക്കെ ഇല്ലേ, ഒരു ഗെയിറ്റ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന അതേപോലത്തെ സംഭവങ്ങൾ. കോഡ് കുറച്ചേ ഉള്ളൂ. എന്നിട്ട് തിയറി കുറച്ചുണ്ട്, അപ്പോൾ അതെങ്ങനെ വർക്ക് ചെയ്യണമെന്ന് മാത്രം പറഞ്ഞിട്ട്. കോഡൊക്കെ എത്ര ഉള്ളൂ, കുറച്ചുള്ളൂ. ഇതിൻ്റെ എത്ര ലെയറും കാര്യങ്ങളും സംഭവങ്ങളും സെറ്റ് ചെയ്യാനൊന്നും ഉണ്ടാവില്ല. സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ അത് ലേൺ ചെയ്തിട്ട് പഠിക്കുക, അങ്ങനത്തെ ഇഷ്ടമാണ്.